Arjun vlogilekku എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൊബൈൽ കംപ്ലൈന്റ് ആകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് സംശയം ചോദിക്കാറുണ്ട്. കാരണം ഇതേപോലുള്ള സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാറുണ്ട്, മൊബൈൽ ക്ലീൻ ചെയ്യാറുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് മൊബൈലിന് സംഭവിക്കുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാനിറ്റൈസർ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൊറോണയൊക്കെ പ്രശ്നമൊക്കെയാണ്. നമ്മുടെ മൊബൈൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ, മൊബൈലിൻ്റെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ തൊടുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ തിരിച്ച് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സാനിറ്റൈസർ, ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ക്ലീൻ ചെയ്യണം. നമ്മുടെ ആരോഗ്യം നമ്മൾ ആദ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്ന് പറയുന്ന പല റിപ്പോർട്ടുകളും സാനിറ്റൈസർ ഉപയോഗിച്ച് മൊബൈൽ ക്ലീൻ ചെയ്ത ശേഷം മൊബൈലിന് പല പ്രശ്നങ്ങളും വന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പലരുടെയും സ്ക്രീനുകൾ മങ്ങിപ്പോയിട്ടുണ്ട്, പലരുടെയും സ്ക്രീനുകൾ സ്ക്രാച്ച് ആയിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ് പ്രശ്നമായിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റി കുറയുന്നുണ്ട്, അതായത് ലെൻസിൻ്റെ ക്ലാരിറ്റി കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പോർട്ട് കംപ്ലൈൻറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ച ശേഷം മൊബൈലിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ, അതായത് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ മൊബൈൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. അതായത് നമ്മൾ സാനിറ്റൈസർ അതിൻ്റെ മൊബൈലിൻ്റെ പുറത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ക്ലീൻ ഒഴിക്കരുത്. നമ്മൾ ഏതെങ്കിലും ചെറിയൊരു തുണിയിലോ അതുപോലെ തന്നെ ചെറിയ തുണിയിലോ പഞ്ഞിയിലോ ഒക്കെ നമ്മൾ സാനിറ്റൈസർ മുക്കിയിട്ട് ചെറുതായിട്ട് പതുക്കെ നൈസായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ അതിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചിലർ കണ്ടിട്ടുണ്ടാവും മൊബൈൽ എടുത്ത് അതിൻ്റെ പുറത്ത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജിങ് പോർട്ട് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസ് വഴിയൊക്കെ ഇതിൻ്റെ ലിക്വിഡ് അകത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ മദർ ബോർഡ് തുടങ്ങിയ ഒരുപാട് ഇൻറ്റേർണൽ കണ്ടൻറ്റുകൾ കംപ്ലൈൻ്റ് ആവും, ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മൊബൈലിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മൊബൈൽ ക്ലീൻ ചെയ്യരുത്. നിങ്ങൾ ഏതെങ്കിലും പഞ്ഞിയിലോ അതേപോലെ തന്നെ ലൈറ്റായിട്ട് തുണി, അതായത് റഫായിട്ടുള്ള തുണി നിങ്ങൾ ഉപയോഗിക്കരുത്. റഫായിട്ടുള്ള തുണികൾ ഉപയോഗിക്കരുത്. ടിഷ്യൂ പേപ്പറൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ റഫായിട്ടുള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രസ്സായിട്ടും നിങ്ങൾ നല്ല പ്രസ് ചെയ്ത് നിങ്ങൾ തുടയ്ക്കരുത്. അങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ സ്ക്രാച്ച് വീഴും. പെട്ടെന്ന് സ്ക്രാച്ച്, ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് അത് ഒത്തിരി പവറുള്ളതാണ്. മൊബൈലിൽ സ്ക്രാച്ച് വീഴും, മൊബൈലിൻ്റെ സ്ക്രീന് പെട്ടെന്ന് മങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കുന്ന, അതായത് ഫ്രണ്ട് സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ്, ടെമ്പററി ഗ്ലാസ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടെമ്പററി ഗ്ലാസ് ആണെങ്കിൽ അത് മങ്ങിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. വളരെ വലിയ വിലയൊന്നും വരികയില്ല. പക്ഷേ നമ്മുടെ ടച്ച് സ്ക്രീന് പോയി കഴിഞ്ഞാൽ അത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ടെമ്പററി ഗ്ലാസ് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് മാറ്റാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബാക്ക് കവറും ഉപയോഗിക്കുക. അപ്പം ബാക്ക് കവറിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. മൊബൈലിൻ്റെ ബാക്ക് സൈഡിലൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക. റഫായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. വളരെ ലൈറ്റായിട്ട് കുറച്ച് പഞ്ഞിയിലോ ചെറിയ തുണിയിലോ മുക്കി വളരെ ലൈറ്റായിട്ട് പ്രസ് ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് തുടച്ചെടുക്കുക. ടെമ്പേർഡ് ഗ്ലാസും ബാക്ക് കവറൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് മങ്ങിപ്പോയാൽ നമുക്ക് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ നല്ല ചൂടായിരിക്കുന്ന സമയത്തും നിങ്ങൾ ഒരിക്കലും നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചൂടായിരിക്കുന്ന സമയത്തും ഒരിക്കലും സാനിറ്റൈസർ മൊബൈലിൻ്റെ പുറത്ത് ഉപയോഗിക്കരുത്. അത് വളരെ പെട്ടെന്ന് മൊബൈലിനെ ബാധിക്കും. മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, മങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സാനിറ്റൈസർ ഉപയോഗിക്കുക. ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ തീർച്ചയായിട്ടും നിങ്ങൾ വെളിയിൽ പോയതിന് ശേഷം വന്നതിന് ശേഷം ക്ലീൻ ചെയ്യുക. വീടിനകത്ത് കിടന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുക. പക്ഷേ വളരെ സൂക്ഷിച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം അത് ഉപയോഗിക്കുക. ഓക്കെ, പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.